ഞാനും ദീപും ചാവക്കാട് പോകാൻ ഇറങ്ങിയതാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്പോട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഏങ്ങണ്ടിയൂരുള്ള എവർഗ്രീൻ ഹട്ട് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് റിനോവേറ്റ് ചെയ്തിട്ട് പാതി വഴിയിൽ ഇവർ നിർത്തി വച്ചിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മേൽക്കൂരൊക്കെ കണ്ടില്ലേ, ഒരു ചൈനീസ് മോഡലാണ്. പണ്ട് കുട്ടിക്കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ടേ. അക്കാലത്ത് ഈ രീതിയിലുള്ള നിർമ്മിതികളൊക്കെ അപൂർവമാണല്ലോ. വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കൊക്കെ തൃശ്ശൂർ മിങ് പാലസിൽ പോണതൊഴിച്ചാൽ പിന്നെ നമ്മൾ ചൈനീസ് ഫുഡ് കഴിച്ചിട്ടുള്ളത് എവർഗ്രീൻ ഹട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇതുപോലുള്ള ചെറിയ പാത്വേയിൽ കൂടിയാണ് ഓരോ ഹട്ടിലേക്കും പ്രവേശിക്കുക. അതിനിടയിലൂടെ ഒഴുകുന്ന വെള്ളം, അതിലുള്ള മീനുകൾ, അതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്തൊരു കൗതുകമായിരുന്നു. ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഫാമിലിയുടെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു റെൻറ്റിനോ ലീസിനൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ ഞാനതങ്ങോട്ട് ഏറ്റെടുത്തു. പണ്ട് കുട്ടിക്കാലത്ത് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ചില്ലി ഗോപിയുടെയൊക്കെ ഫ്ലേവർ ഇപ്പോഴും നാവിൽ നിൽക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച ഹട്ടുകളല്ലാണ്ട് ഇതുപോലെ അത്യാവശ്യം സൗകര്യമുള്ള ഏരിയാസൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകൾ ചെയ്യാനും അതല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ സ്ക്രീനിലും കാണിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഏങ്ങണ്ടിയൂർ, അതായത് ഏത്തായിക്കും അഞ്ചാങ്കലിനും ഇടയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുമ്പിലൂടെ തന്നെയാണ് പുതിയ ഹൈവേ പോണതും. ഏങ്ങണ്ടിയൂരിൽ നിന്ന് നേരെ ചാവക്കാട് മെഹന്തിയിലേക്ക് പോയി. റമദാൻ്റെ കുറച്ച് പ്രൊമോഷൻ വർക്കിൻ്റെ മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോണത് ചാവക്കാട് മണത്തല ഭാഗത്തുള്ള രവിയേട്ടൻ്റെ വീട്ടിലെ ഊണ് കഴിക്കാനാണ്. ചാവക്കാട് നിന്ന് പൊന്നാനി റൂട്ടിലേക്ക് പോകുമ്പോഴേ പാലം കടന്നുള്ളൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. മുൻപ് ചാവക്കാട് ഓഫീസുള്ളപ്പോൾ എൻ്റെ കുഞ്ഞേട്ടൻ രാജീവിൻ്റെ കൂടെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വരാനൊത്തിട്ടില്ല. ഇപ്പോൾ ദീപുവിനെ കൊണ്ടാണ് രണ്ടാമത്തെ വരവ്. കറികളൊക്കെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് യഥേഷ്ടം വിളമ്പി കഴിക്കാം. ടേബിളിൽ വെച്ചിട്ടുള്ള കറികൾക്ക് പുറമെ കുക്കുംബറും ക്യാരറ്റും ഒനിയനൊക്കെ ചേർത്തിട്ടുള്ള സാലഡും പിന്നെ നല്ല അസൽ ചെമ്മീൻ ചമ്മന്തിയും വിളമ്പി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചീരക്കറിയും കായും പയറും സാലഡും നാരങ്ങച്ചാറും. അങ്ങനെ ഇന്ന് എല്ലാം എൻ്റെ പ്രിയപ്പെട്ട വിഭവങ്ങളായിരുന്നു. ഇനി എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കട്ടെ. ചേട്ടാ, സ്പെഷ്യൽ എന്തല്ല? ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ ചില്ലി ഉണ്ട്. ഒരു ചെമ്മീൻ റോസ്റ്റ് എടുത്തോ. പിന്നെ പിലോപ്പിയും അയില കൊടുക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരയില എടുക്കും. മീൻ ചാറ് ഒഴിക്കാം. അയില ഒന്ന് ഇടം വെച്ചോ, ഒന്ന് ഇടം വെച്ചോ. ഒരു ചെമ്മീൻ റോസ്റ്റ് എടുക്കും. കഴിച്ചോ. ചമ്മന്തി ചിക്കൻ എന്ന് പറഞ്ഞെടുത്തോ. ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും മീൻചാറ് കൂട്ടിയിട്ടാണ് ഉണ്ട് തുടങ്ങിയത്. നല്ല അസൽ നാടൻ മീൻചാറ്, അടിപൊളി മീൻ കറി അല്ലേ. അതും കൂട്ടി ഉണ്ണുമ്പോൾ നല്ല സുഖം. ഇവിടെ കായം പയറിന് പകരേ കായം മുതിരയാണ് കേട്ടോ. മുതിര ആയതുകൊണ്ട് വേറെ വ്യത്യാസം തോന്നില്ലെന്ന് മാത്രമല്ല, കായം പയറും പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. 2 ടൈപ്പ് രുചികൾക്കിടയിലുള്ള ഒരു പാലാണ് ഈ വെള്ളംകുടി. കായം പയറിൻ്റെയും ടേസ്റ്റ് അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞിട്ട് ലേശം ചെമ്മീൻ ചമ്മന്തി അങ്ങോട്ട് എടുത്ത് വെതറി, എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു കഷ്ണം പപ്പടം കൂടി അങ്ങോട്ട് വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. നല്ല അസൽ ചെമ്മീൻ ചമ്മന്തി. നല്ല ചെമ്മീൻ ചമ്മന്തി അല്ലേ. നല്ല ടേസ്റ്റ്.
സലാഡ് എനിക്കെല്ലാം ഇഷ്ടമായിട്ടാണ്. നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ സാലഡും. നല്ല ഫ്രഷ് സാലഡ്, അതിൻ്റെ ഒപ്പം അത് ചേർത്ത് കഴിക്കുമ്പോൾ നാവ് ന്യൂട്രലാവുകയും ചെയ്യും. എന്തോ ഒരു സുഖവും തോന്നുന്നുണ്ട്. ഒരു സുഖമുണ്ടല്ലേ. നെക്സ്റ്റ് നമ്മൾ അയിലയിലേക്ക് കടന്നു. അധികം സ്പൈസിയോ മസാലയൊന്നുമില്ല. നല്ല കിടിലൻ അയില ഫ്രൈ. നല്ല ഇല്ല. ഇങ്ങനത്തെ അയിലയാണെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഒറ്റരിപ്പിന് 10 തിന്നാം. നല്ല ഇല്ല അല്ലേ. ഇവിടുത്തെ ഓരോ കറികളിലും അതിപ്പോൾ ചീരയും പരിപ്പായാൽ കൂടി അതിലൊരു ആത്മാർത്ഥത നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിളമ്പിയിട്ടുള്ള ഓരോ ഐറ്റംസിൻ്റെയും ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ് ഒക്കെ ശരിക്കും സാറ്റിസ്ഫൈങ് ആണ്. ചീരയും പരിപ്പും അധികം എരിവില്ലാത്തതുകൊണ്ട് നാരങ്ങച്ചാറ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടില്ല കോമ്പിനേഷനാണേ. ഞാനിവിടെ ചീരയും പരിപ്പും കഴിക്കുമ്പോൾ ദീപോടെ അയിലേനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പെടക്കായിരുന്നു. ചോറ് വളരെ പെട്ടെന്ന് തന്നെ തീർന്ന പോലെ തോന്നി. സാരില്ല, നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കാമല്ലോ. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ബാക്കിയുള്ളത് ചെമ്മീൻ റോസ്റ്റും ചിക്കനൊക്കെയാണ്. ആദ്യം എന്തായാലും ചെമ്മീൻ റോസ്റ്റ് ആയിക്കോട്ടെ. പകുതി നിനക്കട്ടാ. ഞാൻ മുഴുവൻ കൂട്ടിയപ്പോഴേ ദീപു വിചാരിച്ചു മൊത്തം ഞാനെടുത്തുന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കൊല്ലായെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ദീപുന് ഇപ്പോഴും എന്നെ അങ്ങോട്ട് പൂർണ്ണ വിശ്വാസമായിട്ടില്ലേ. നല്ല പെരുംജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അല്ലേ, നല്ലല്ലേ. ഹാപ്പിയല്ലേ. ഇവിടുത്തെ മോരും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ മോരിൻ്റെ അതേ ടേസ്റ്റ്. ഈ ഒരു ചിക്കൻ ഫ്രൈ ചോറിൻ്റെ കൂടെ കഴിക്കണേക്കാളും എനിക്ക് പറക്കി പറക്കി തിന്നാനാണ് തോന്നിയത്. നല്ല പണ്ട് അമ്മമാരൊക്കെ വീട്ടിൽ പൊരിക്കില്ലേ, അതുപോലെ വെക്കാം. ഒരു പീസ് ചിക്കൻ അടിപൊളി, സൂപ്പർ. ഓക്കെ, ചമ്മന്തി ഓക്കെ. നമുക്ക് പകുതി പപ്പടം തരാം. രണ്ടാമത് വാങ്ങിയ പപ്പടത്തിൽ നിന്ന് പകുതി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേ ആ ചേട്ടൻ ദീപുവിന് എക്സ്ട്രാ പപ്പടം തരാമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല പുഞ്ചിരിച്ച മുഖത്തോടെ സ്നേഹത്തോടെയാണ് വിളമ്പിടാൻ. പരിപ്പും ചീരയും ചെമ്മീൻ ചമ്മന്തിയും പപ്പടവും മോരും ഒക്കെ കൂടി ഒരു കലാശക്കൊട്ടം അങ്ങോട്ട് നടത്തി. വെള്ളം ഒഴിക്കണ ഗ്യാപ്പിൽ ദീപുവിൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ അങ്ങോട്ട് എടുത്തു. നല്ല അടിപൊളി നാടൻ വീട്ടിലും. അങ്ങനെ വളരെ നല്ല നാടൻ ഊണ് കഴിച്ച് സംതൃപ്തിയോടെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ചാവക്കാട് ഭാഗത്ത് നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് സ്പോട്ടാണിത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.